ഈ വർഷം ഹജ്ജിനിടെ മരിച്ചത് 1301 തീർത്ഥാടകരെന്ന് സൗദി അറേബ്യ. മരിച്ചവരിൽ 83% പേരും അനധികൃത തീർത്ഥാടകരെന്ന് സൗദി ഭരണകൂടം അറിയിച്ചു. മരിച്ചവരിൽ അമേരിക്ക മുതൽ ഇന്തോനേഷ്യ വരെയുള്ള രാജ്യങ്ങളിലെ പൗരന്മാർ ഉൾപ്പെടുന്നു. മരിച്ച 658 പേരിൽ 630 പേരും അനധികൃത തീർത്ഥാടകരാണ്. കനത്ത ചൂടാണ് പ്രധാന മരണകാരണം. ഇവരുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചിരിയാണ്. ഷിൻസ്, 1301 പേർ ഈ തീർത്ഥാടനത്തിനിടെ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി തന്നെ സൗദി അറേബ്യൻ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സൗദി അറേബ്യ വ്യക്തമാക്കിയത്? സുരേഷ്, ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ കടുത്ത ചൂടിൽ 1000-ലേറെ പേർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 10-ലേറെ രാജ്യങ്ങൾ ഹജ്ജിനിടെ തീർത്ഥാടകർ മരിച്ചത് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ സൗദിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പ്രാദേശിക ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ സൗദി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജലാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഈ വർഷം ഹജ്ജിനിടെ മരിച്ചത് 1301 തീർത്ഥാടകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇവരിൽ 83% അനധികൃത തീർത്ഥാടകരാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കടുത്ത വെയിലിൽ ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വന്നിരുന്നുവെന്നും പെർമിറ്റ് ഇല്ലാത്തതിനാൽ ഹജ്ജ് തീർത്ഥാടകർക്ക് ഒരുക്കിയ AC സൗകര്യങ്ങളൊന്നും ഇവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും മന്ത്രി അറിയിച്ചു. പ്രായാധിക്യമുള്ളവരും ഗുരുതര രോഗം ബാധിച്ചവരും മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. മരിച്ച എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവരെ മക്കയിൽ തന്നെ കബറടക്കിയെന്ന് മന്ത്രി അറിയിച്ചു. ഇക്കുറി 18,33,164 പേരാണ് ഹജ്ജിനെത്തിയത്. ഇവരിൽ 4,65,000 തീർത്ഥാടകർക്ക് ചികിത്സാ സേവനങ്ങൾ നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൂര്യാഘാതം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതൽ നടപടികളും സൗദി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇത്തവണ മരണസംഖ്യ കൂടുകയാണ് ഉണ്ടായിരുന്നത്. തീർത്ഥാടകർക്ക് വെയിൽ നിന്ന് സംരക്ഷണം നൽകുകയും കുടിവെള്ള വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യാഘാതം സംബന്ധിച്ച് തീർത്ഥാടകർക്കിടയിൽ ബോധവൽക്കരണവും നടത്തിയിരുന്നു. ചൂട് ഗണ്യമായി ഉയർന്ന ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയുള്ള സമയത്ത് കല്ലേറ് കർമ്മത്തിനുള്ള നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. സുരേഷ്, ശരി. ഷിൻസ് സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.